ദൈവനാമത്തിന് മഹത്വം. ഇമ്മാനുവേൽ ചർച്ചയുടെ പ്രവർത്തകന്റെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു വാക്യം വായിച്ച് ദൈവനാമത്തിന് മഹത്വം കരയറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 1-2 വേദഭാഗങ്ങളാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ആയി തീർന്നു. എല്ലാ ജീവിതത്തിൻ്റെ മേഖലകളിലും ഒരു ആദ്യം. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യന് ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്ത ഒരു ആദിയെ പറ്റിയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ ഭൂമിയിലെ സർവ്വ ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് ലോകത്തിന് തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോൾ ആദിയിൽ ആദ്യനും അന്ത്യനുമായവൻ, സകലത്തിൻ്റെയും ഉടമയായവൻ, അധികാരിയായവൻ ഈ ഭൂമിയെ, ഭൂമണ്ഡലങ്ങളെ, ആകാശവിധാനങ്ങളെ സൃഷ്ടിച്ചു. എന്നാൽ അപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, പാഴും ശൂന്യവുമായി തീർന്നു. ഈ വചനം കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ഈ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അവസ്ഥകൾ, തകർന്നെന്ന് വിചാരിക്കുന്ന, അന്തിമം എന്ന് വിചാരിക്കുന്ന മേഖലകളിൽ അതിനെ തീർക്കുവാനല്ല, തുടങ്ങുവാൻ, അതിനെ ആരംഭമാക്കുവാൻ, ആ ശൂന്യതയെ പണിയുവാൻ ഒരു നല്ല നാഥൻ, നല്ല കർത്താവ് നമുക്ക് ഉയരത്തിലുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ സകലവും തകർന്നു എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടുന്ന ഒരു തുടക്കം തരുവാൻ, തകർന്നതിനെ പണിയുവാൻ, തീർന്നതിനെ പുനരാരംഭിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വെളിച്ചം പകരട്ടെ, സന്തോഷം പകരട്ടെ, ആനന്ദം പകരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.